ഹായ് ബ്രോ, ദുബായിൽ ഒത്തിരി ആളുകൾ റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്നുണ്ട്. മറ്റുള്ളവരിൽ നിന്നും എന്താണ് നിങ്ങളുടെ ഡിഫറൻസ്? ബേസിക്കലി ഇപ്പോൾ ദുബായിൽ 2500+ റിയൽ എസ്റ്റേറ്റ് കമ്പനീസ് ഉണ്ട്. ഇപ്പോൾ നമ്മളുടെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മൾ ടോപ്പ് 20 ഡെവലപ്പേഴ്സിൻ്റെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഇൻവെൻട്രീസ് ആണ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കസ്റ്റമർക്ക് ബെസ്റ്റ് പ്രൈസ്, ബെസ്റ്റ് ഇൻവെൻട്രി, ബെസ്റ്റ് ലൊക്കേഷൻ, അങ്ങനെ എല്ലാം കൂടെ മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള പ്രൊജക്റ്റുകളാണ് നമ്മൾ കൂടുതലും ചൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാ പ്രൊജക്റ്റും നല്ലതാണെന്ന് നമ്മൾ ഒരിക്കലും പറയില്ല. നമ്മൾ വളരെ ചൂസ് ആയിട്ടുള്ള വളരെ നല്ല ഡെവലപ്പേഴ്സിന് നല്ല റേറ്റ് മാത്രമേ ചെയ്യും. അതുകൊണ്ട് തന്നെ കസ്റ്റമർക്ക് നല്ലൊരു ആയിരിക്കും. നിക്ഷേപകർക്ക് മെച്ചപ്പെട്ട അവസരങ്ങളാണ് ഇവിടം വാഗ്ദാനം ചെയ്യുന്നത്. ദുബായിയുടെ റിയൽ എസ്റ്റേറ്റ് ഫ്യൂച്ചറിനെ കുറിച്ച് സായിബ്രോയുടെ അഭിപ്രായം എന്താണ്? സോ ഇനി ബേസിക്കലി ഒരു ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഷോർട്ട് ടൈം റെന്റൽസ് ആണ്. ഇത്രയും നാൾ ലോങ് ടൈം റെന്റൽസ് ആയിരുന്നു. പക്ഷേ ദുബായ് എന്ന് പറയുന്ന സിറ്റിയിൽ അറൌണ്ട് 20 മില്യൺ വിസിറ്റേഴ്സാണ് ഒരു വർഷം വരുന്നത്. ഇവിടെ ആകെയുള്ള ഹോട്ടൽ റൂംസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 150,000 റൂംസേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ പറയുന്ന ടൂറിസ്റ്റ് ദുബായിലേക്ക് വരുമ്പോൾ നല്ല ലൊക്കേഷനായിരിക്കും പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ഒരു അപ്പാർട്ട്മെന്റ് ഉണ്ടെങ്കിൽ സപ്പോസ് ഒരു ഫാമിലി വന്നാൽ 2-3 ഹോട്ടൽ റൂംസ് എടുത്ത് ഒരു വീക്കിലി മേ ബി 10,000 dirhams ഹോട്ടലിൽ സ്പെൻഡ് ചെയ്യുന്നത് നല്ലത്. നമുക്കൊരു അപ്പാർട്ട്മെന്റ് ഉണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും ആ ഒരു സിംഗിൾ അപ്പാർട്ട്മെന്റ് താമസം